സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കസ്റ്റഡിയിൽ ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ കൊടുക്കാനായിട്ട്. പ്രസവിച്ചത്, ചേനയും അങ്ങനെയുള്ള ഒരുപാട് പലതരം പശുക്കൾ നമ്മുടെ അടുത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പശുക്കൾ കൊടുക്കാനുണ്ട്. ഇതൊക്കെ നമ്മുടെ കസ്റ്റഡിയിൽ ഉൾപ്പെടുന്ന ഫാമാണ്. അപ്പോൾ പ്രസവിച്ച പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസവിച്ച പശുക്കൾ എടുക്കാം. കറന്ന് നോക്കിയിട്ട് കാണണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കറവ കണ്ടിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പശുവൊക്കെ ഇവരുടെ അടുത്ത് ഈ ഫാമിൽ ഇപ്പോൾ 2 നേരം കൂടെ 18 ലിറ്റർ പാലായിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനത്തെ പശുക്കളൊക്കെ ഒരുപാടുണ്ട്. 2 നേരം കൂടി 20 ലിറ്റർ കിട്ടുന്നത്, 2 നേരം കൂടെ 15 ലിറ്റർ കിട്ടുന്നത്, അങ്ങനെ ഒരുപാട് ഒട്ടനവധി പശുക്കളൊക്കെ നമ്മുടെ കസ്റ്റഡിയിൽ കൊടുക്കാനുണ്ട് കേട്ടോ. ഈ പശു എന്നൊക്കെ പറയുമ്പോൾ 2 നേരം കൂടെ 25 ലിറ്റർ വരെ കിട്ടുന്ന പശുക്കളാണ്. മനസ്സിലായി. ഇതൊക്കെ പ്രസവിച്ചിട്ട് 1-2 ദിവസങ്ങൾ മാത്രമായിട്ടുള്ള പശുക്കളാണ്. ഒട്ടനവധി പശുക്കളുണ്ട്. 2 നേരം കൂടെ വെറും 10 ലിറ്റർ മുതൽ 2 നേരം കൂടെ 25 ലിറ്റർ വരെ കിട്ടുന്ന ജേഴ്സി പശുക്കൾ, HF പശുക്കൾ എല്ലാം നമ്മുടെ കസ്റ്റഡിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പശുവൊക്കെ പറയുമ്പോൾ ഇവരുടെ അടുത്ത് 2 നേരം കൂടെ 15 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തീറ്റയിൽ ഒരു 10-13 ലിറ്റർ പാൽ എന്തായാലും കുറയാണ്ട് കിട്ടും 2 നേരം കൂടെ. ഈ പശുവിന് നമുക്ക് 2 നേരം കൂടെ 2 നേരം കൂടെ 15 ലിറ്റർ പാൽ ഇപ്പോൾ ലൈവിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് പശുക്കളുണ്ട്. നല്ല നല്ല ജേഴ്സി പശുക്കൾ, നല്ല നല്ല HF പശുക്കൾ, എല്ലാ തരത്തിലുള്ള പശുക്കളും നമ്മുടെ കസ്റ്റഡിയിൽ അവൈലബിൾ ആണ്. സ്ഥലം വന്നിട്ട് പാലക്കാടാണ്. ഒട്ടനവധി ഫാമുകളിൽ നിന്നും വീടുകളിൽ നിന്നുമാണ് നമ്മൾ പശുക്കൾ എടുത്തു തരുന്നത്. അപ്പോൾ അങ്ങനത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഫോട്ടോ അയച്ചു തരുന്നില്ല, നേരിട്ട് വരണം. നേരിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല നല്ല പശുക്കൾ നമ്മൾ കാണിച്ചു തരാൻ പറ്റും. ഇപ്പോൾ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് പശുക്കളെ കാണാൻ പറ്റും. കാരണം നമ്മൾ ഫോട്ടോ അയച്ചതാന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഫോട്ടോ അയച്ചു തന്നതിന് ചിലപ്പോൾ ഈ പശു വിറ്റുപോകും. കച്ചവട ഫാമുകൾ വീടുകളൊക്കെയാണ്. അപ്പോൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പശുക്കളെ കാണാം. വന്നു കഴിഞ്ഞാൽ എടുക്കണം എന്നുള്ള മൈൻഡോടുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പശുവിനെ എടുത്തിട്ട് പോകാം. നല്ല പശുക്കൾ. ഇതൊക്കെ 2 പല്ല് കിടാരിയാണ്. വെറും 2 പല്ലായിട്ടുള്ളൂ. പ്രസവിച്ചിട്ടുണ്ട്. കടിഞ്ഞൂടി തന്നെ ഒരു 10-18 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാണ്. അപ്പോൾ ഇതിൻ്റെ കുട്ടി വന്നിട്ട് ഇത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രസവിച്ചതും ചെനയുമായിട്ടുള്ള ഒരുപാട് പശുക്കൾ നമ്മുടെ അടുത്ത് കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ എങ്ങനത്തെയാണോ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലത്തെ പശുക്കൾ അറേഞ്ച് ചെയ്ത് തരുന്നത്. ഇതൊക്കെ ചെറിയ പശുവാണ്, പ്രായം വളരെ കുറവാണ്. 2 പല്ലായിട്ടുള്ളൂ. മോഴപ്പശുവാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മോഴപ്പശുക്കളാണ്. അപ്പോൾ ഇതുപോലത്തെ ഒട്ടനവധി പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഒരു ഫാമല്ല, ഒരുപാട് ഫാമുകളിൽ നിന്നും വീടുകളിൽ നിന്നും നമുക്ക് പശുക്കളെ കാണാൻ പറ്റും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് വരിക. സ്ഥലം വന്നിട്ട് പാലക്കാടാണ്. പാലക്കാട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. വന്ന് പശുക്കളെ കാണിച്ചു തരും. വിലയൊക്കെ മാക്സിമം ബാർഗെയിൻ ചെയ്ത് എടുത്തു തരും. ഒട്ടനവധി പശുക്കൾ നമ്മുടെ അറിവിലുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുത്ത പശുവാണ്. ഒരു സിന്ധി ക്രോസ് ആയിട്ടുള്ള ഒരു കൊടുത്ത പശുവാണ് നമ്മളത്. ഇപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത പശുവാണ്. അപ്പോൾ ഒട്ടനവധി പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇതും പ്രസവിച്ച പശുവാണ്. 2 നേരം കൂടെ 10-15 ലിറ്റർ പാല് കിട്ടുന്ന ഒരു സിന്ധി പശുവാണ്. മനസ്സിലായി. ഇതും 2ാം പ്രസവത്തിലുള്ളൊരു പശുവാണ്. ഇതൊക്കെ നമുക്കൊരു 60 രൂപ ആ റേഞ്ചിൽ എടുക്കാൻ പറ്റുന്ന പശുക്കൾ. 60-65 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പശുക്കളാണ്. അപ്പോൾ ഇതുപോലത്തെ വീട്ടാവശ്യത്തിന് പറ്റിയിട്ടുള്ള പശുക്കൾ മുതൽ നല്ല ഹൈബ്രിഡ് ഫാമുകളിലേക്ക് പറ്റിയിട്ടുള്ള പശുക്കൾ എല്ലാം തന്നെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. വരിക. പാലക്കാട് വന്നു കഴിഞ്ഞാൽ പശുവിന് നമ്മൾ എടുത്തു തരും. വണ്ടി സൗകര്യം എല്ലാം തന്നെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. വണ്ടി റബ്ബർ മാറ്റൊക്കെ ഇട്ടിട്ട് എല്ലാ സെറ്റപ്പോടുള്ള വണ്ടി ആണുള്ളത് നമ്മുടെ കസ്റ്റഡിയിൽ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയണ്ട, എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. മനസ്സിലായില്ലേ? ഇതൊക്കെ പശുവിനെ കയറ്റി കൊണ്ടുപോകുന്ന വണ്ടിയാണ് കേട്ടോ. റബ്ബർ ബാറ്റൊക്കെ ഇട്ടിട്ട് സെറ്റപ്പാക്കി ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പശുക്കൾ. ഇതിന് മുകളിൽ കൂടുള്ളതും ഉണ്ട് കേട്ടോ. എല്ലാ തരത്തിലുള്ളതും ഉണ്ട്. ഇത് കണ്ടോ, ഇത് ലോറിയാണ്. ഇപ്പോൾ വലിയ ഒരു 10 പശുവൊക്കെ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വണ്ടികൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. എല്ലാ തരത്തിലുള്ളതും ഉണ്ട്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രം മതി. വന്നു കഴിഞ്ഞാൽ നമ്മൾ പശുവിനെയും കയറ്റിയിട്ട് അത് എത്ര പശുവാണോ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരും. ഈ ഒരു ജേഴ്സി പശു വന്നിട്ട് ചെറിയ വീട്ടുകാർക്ക് പറ്റിയിട്ടുള്ള പശു ഒരു 55-60 ആ റേഞ്ചിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പശു ചെനപ്പശുവാണ് കേട്ടോ. ഇതിലൊക്കെ നമുക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 പശുവോളം കയറും. വലിയ വണ്ടിയാണ്. ചെറിയ വണ്ടി ഉണ്ട്, വലിയ വണ്ടി ഉണ്ട്. ഈ വണ്ടിയിലൊക്കെ കയറ്റുമ്പോൾ ഇതുപോലത്തെ ഈ ഒരു സാധനമാണ് കേട്ടോ. റബ്ബർ മാറ്റെല്ലാം ഇടുക. അപ്പോൾ ശകരിച്ചോറാണ് ഇടുക. അപ്പോൾ എല്ലാ തരത്തിലുള്ള പശുക്കളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. സ്ഥലം വന്നിട്ട് പാലക്കാടാണ്. കോൺടാക്ട് ചെയ്യുക. ജേഴ്സി പശുക്കൾ വേണമെങ്കിൽ ജേഴ്സി പശുക്കൾ, HF പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ HF പശുക്കൾ, എല്ലാ തരത്തിലുള്ള പശുക്കളും നമ്മൾ റെഡിയാക്കി തരും കേട്ടോ. കിടന്നോ. അപ്പോൾ 2 നേരം കൂടെ 10 ലിറ്റർ, 2 നേരം കൂടെ 15 ലിറ്റർ,
ചെറിയ വീട്ടുകാർക്ക് പറ്റിയിട്ടുള്ള ജേഴ്സികൾ 55, 60, 65. അപ്പോൾ എങ്ങനത്തെ വേണം നിങ്ങളുടെ പൈസ, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പശുക്കൾ നമ്മൾ റെഡിയാക്കി തരും. മനസ്സിലായില്ലേ? പാലക്കാട് വരണം. ഫോട്ടോ അയക്കൽ നടക്കില്ല. ഫോട്ടോ ഇപ്പോൾ ഞാൻ ഈ പശുവിൻ്റെ ഫോട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് നാളെ അയച്ചു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെയും പ്രതീക്ഷിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പശു ചിലപ്പോൾ വിറ്റുപോയിട്ടുണ്ടാവും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ നേരിട്ട് വരിക, നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ ഇപ്പോൾ ഈ പശു പോയി കഴിഞ്ഞാൽ ഇതിന് അടുത്ത 4 പശു വരും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫാം മാത്രമല്ല, ഒരുപാട് ഫാമുകളുണ്ട്, നമുക്ക് വീടുകളുണ്ട്, നമുക്ക് പോയി നോക്കി നല്ലതിനെ നോക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പാലക്കാട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാം, പശു വാങ്ങിത്തരാം, വണ്ടി സൗകര്യം എല്ലാം അറേഞ്ച് ചെയ്ത് തരാം. സേഫ്റ്റി ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പശു എത്തും. നിങ്ങൾക്കും ആ വണ്ടിയിൽ തന്നെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എല്ലാ സൗകര്യത്തോടു കൂടിയും നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് പശുക്കൾ നമ്മൾ റെഡിയാക്കി തരുന്നതാണ്.